പത്മാസനത്തിലിരിക്കുകയാണ്. കണ്ണുമടച്ച് ഒരു നിമിഷം പ്രാർത്ഥനയിലിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പ്രാണവായുവാണ്. നമ്മളെ ജീവന് നിലനിൽപ്പിന് ആധാരമായ പ്രാണവായു അത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം ചിന്തിച്ച് കണ്ണുമടച്ചിരിക്കുക. ഈ ധ്യാനം നമുക്ക് എത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും സമയം നമ്മൾ എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ചെയ്യുക. ഇത് ഞാൻ വജ്രാസനത്തിലാണ് ഇരിക്കുന്നത്. ഈ വജ്രാസനം കാല് മടക്കി കാലിൻ്റെ തള്ളവരൽ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഉപ്പുറ്റിയോട് ഇച്ചിരി ഗ്യാപ്പിട്ട് രണ്ട് ഉപ്പുറ്റിയുടെ ഭാഗത്തായിട്ട് ആണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഈ വജ്രാസനത്തിൻ്റെ ഗുണം ഡയബറ്റിക് പേഷ്യൻസിനാണ് വളരെ ഗുണം ചെയ്യുന്നത്. ഡയബറ്റിക് പേഷ്യൻസ് ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇരുന്നാൽ, കണ്ണമടച്ച് ധ്യാനത്തിലിരുന്നാൽ അവരുടെ പാൻക്രിയാസിൻ്റെ ശരിയായ പ്രവർത്തനം വൃത്തിയായി നടക്കും എന്നതാണ് യോഗ വര്യന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എത്ര സമയം വേണമെങ്കിലും ധ്യാനത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇനി യോഗമുദ്ര എന്ന് പറഞ്ഞ കേസ്. യോഗമുദ്ര കൈ രണ്ടും ബാക്കിൽ ഇങ്ങനെ പിടിക്കുക, ഇടത് കൈയിൽ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ബാക്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നിവർന്നിരിക്കുന്നു, നട്ടെല്ലാം നിവർന്നിരിക്കുന്നു. 1-2 ആവർത്തി ശ്വാസം വലിച്ചു വിടുക. ഇങ്ങനെ വലിച്ചു വിട്ടതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തത് ശ്വാസം കുറേശ്ശെ വിട്ടുകൊണ്ട് നമ്മൾ താഴേക്ക് താന്നു പോകുന്നു. നെറ്റി കൊണ്ട് തറയിൽ മുട്ടിക്കുക. പൃഷ്ഠഭാഗം പൊങ്ങരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ പൃഷ്ഠഭാഗം പൊങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഗ്രാജുവലായിട്ട് ചെയ്തു വരുമ്പോൾ അത് നടുവ് ശരിക്ക് വളഞ്ഞു വരുന്നതായിരിക്കും. ശ്വാസം വിട്ട് താഴെ പോയിട്ട് 1 2 3 10 വരെ എണ്ണുക. ശ്വാസമില്ലാത്ത പൊസിഷൻ 10 വരെ എണ്ണിയതിന് ശേഷം ചെറുതായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് ഇതേ പൊസിഷനിൽ വരണം. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ 1 പ്രാവശ്യം ചെയ്ത് കാണിക്കുന്നുള്ളൂ. യോഗകൾ പലതും കാണിക്കേണ്ടതുള്ളതുകൊണ്ട്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇത് യോഗമുദ്ര. അത് ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 6 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം. നമ്പർ ഓഫ് ടൈംസ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭസ്ത്രികയിലോട്ട് പോവുക. ഭസ്ത്രികയല്ല, അഗ്നിസാരക്രിയ. അഗ്നിസാരക്രിയയ്ക്ക് 2 കൈയും നിലത്ത് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇതേ പൊസിഷനിൽ നിൽക്കും. വായു തുറന്ന് നാക്ക് പുറത്തേക്ക് തള്ളുക. എന്നിട്ട് ശ്വാസം വേഗത്തിൽ എടുത്ത് വിടുക. പട്ടി അണയ്ക്കുന്ന കണ്ടോട്ടണം, നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ശ്വാസകോശം ക്ലിയർ ചെയ്യുക. പ്രാണായാമത്തിൽ കൂടുതലും ചെയ്യുന്നത് ശ്വാസകോശത്തിനെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കണ്ടോളുക. എന്നിട്ട് അവസാനം ശ്വാസം മൊത്തം ഇട്ടൊരു ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. നോക്കിക്കോളുക. ശ്വാസം മൊത്തം പുറത്തേക്ക് വിടും. അപ്പം വയറ് നല്ല ശക്തമായിട്ട് മുകളിലോട്ടും താഴോട്ടും പൊങ്ങിയും തരും ചെയ്യുന്നതാണ്. അത് ഭയങ്കര എക്സസൈസാണ്.
ശ്വാസകോശത്തിലെ മൊത്തം വായുവിനെ പുറത്തേക്ക് തള്ളുമ്പോൾ ചിൽ എന്നൊരു ശബ്ദം കേൾക്കണം. അതിൽ പ്രാവ് കുറുകുന്നാണ് ശബ്ദം കേൾക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഒരുപാട് കഫം കെട്ടിക്കിടപ്പുണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് നിരന്തരം ചെയ്തു വരുമ്പോൾ അതെല്ലാം മാറി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അഗ്നിസാര ക്രിയ പഠിച്ചു. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ഭസ്ത്രിക ചെയ്യുമ്പോൾ ഒരു കൈ യോഗമുദ്രയിൽ ഇങ്ങനെ ഈ മുദ്രയിൽ പിടിച്ചിട്ട് ഇടത് കാലിൻ്റെ തുടയിൽ വെച്ചിട്ട് വലത് കൈയുടെ ഈ 2 വിരൽ നെറ്റിത്തടത്തിൽ വയ്ക്കണം. തള്ളവിരലും ഈ മോതിരവിരലുമാണ് നമുക്ക് ഈ മൂക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നെറ്റിത്തടത്തിൽ ചൂണ്ടുവിരൽ വെച്ചു, വലത് മൂക്ക് അടച്ചു വെച്ചു. വലത് മൂക്ക് അടച്ചു വെച്ചിട്ട് ഇടത് മൂക്കിൽ കൂടി ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിൽ പ്രവേശിക്കും. അത് ഞാൻ ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളുക. വയറ് നല്ല വൃത്തിയായിട്ട് പമ്പിങ് നടത്തുന്ന കാണാൻ പറ്റും. ഇനി അടുത്തത് ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിൽ കൂടി. രണ്ട് മൂക്കും ശക്തമായിട്ട് നമ്മൾ തുറന്ന് കിട്ടിയിരിക്കുക. ഇപ്പോൾ ഭസ്ത്രിക എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്ത് ശീലിക്കുക. ഇനി കപാലഭാതിയാണ്. 2 കൈയും ഇതേപോലെ മുദ്ര പിടിച്ചിട്ട് കാലിൻ്റെ തുടയിൽ വെച്ചിട്ടിരിക്കുക. വേണമെങ്കിൽ ഒരു വലത് കൈ വയറിൽ തൊഴിച്ച് വയ്ക്കാം. വയറിൻ്റെ ചലനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂക്കിൽ കൂടി മാത്രം ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് തള്ളുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിൽ പ്രവേശിക്കുന്നു. അപ്പോൾ വയറിൻ്റെ ചലനം അതേപോലെ നമുക്കറിയാൻ പറ്റും. ശ്വാസം പുറത്തേക്ക് ചീറ്റുന്നു മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ശ്വാസം ഉള്ളിൽ കയറിക്കണം. അപ്പോൾ വയറ് കൊണ്ടാണ് തള്ളി നമ്മൾ ഡയഫ്രത്തിനെ തള്ളി ശ്വാസം പുറത്തേക്ക് തള്ളുന്നത്. ഡയഫ്രത്തിൻ്റെ ചലനം അവിടെ നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, നമ്മൾ അത് കപാലഭാതി നമ്മൾ ചെയ്തു. ഇനി അനുലോമ വിലോമ എല്ലാം ഞാൻ നമ്പർ ഓഫ് ടൈംസ് കാണിക്കുന്നില്ല. 1 or 2 പ്രാവശ്യമേ കാണിക്കുന്നുള്ളൂ. അത് നമ്മൾ കൂടുതൽ സമയം വീട്ടിൽ ഇരുന്ന് ചെയ്ത് ശീലിക്കണം. അപ്പോൾ ഈ 2 വിരൽ നെറ്റിത്തടത്തിൽ വയ്ക്കുന്നു. ഇനി നമ്മൾ അനുലോമ വിലോമയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് വലത് കൈ കൊണ്ട് വലതേ മൂക്ക് അടച്ചു വെച്ചു. എന്നുവെച്ചാൽ മൂക്ക് വളയരുത്, ചെറുതായിട്ട് അടച്ചു വെച്ചാൽ. എന്നിട്ട് ഇടത് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. ഹോൾഡ് ചെയ്ത് നമ്പർ 10 വരെ എണ്ണണം. മനസ്സിൽ 1 2 3 10 വരെ എണ്ണണം. എന്നിട്ട് ശ്വാസം വിടുക. ശ്വാസം വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മൂക്ക് അടച്ചു വെച്ചിട്ട് വലത് മൂക്കിൽ കൂടിയാണ് ശ്വാസം വിടുന്നത്. ശ്വാസം വിട്ട് കഴിഞ്ഞും മനസ്സിൽ 1 2 3 10 വരെ എണ്ണണം. വീണ്ടും ആ മൂക്കിൽ കൂടി വലത് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലത് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം 10 വരെ എണ്ണുക. ആ മൂക്ക് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഇടത് മൂക്കിൽ കൂടി ശ്വാസം വിടുക. വിട്ട് കഴിഞ്ഞ് ശ്വാസമില്ലാത്ത പൊസിഷനിലും 10 വരെ എണ്ണുക. ഇങ്ങനെ മനസ്സിൽ കണ്ണുമടച്ചിരുന്നും കൊണ്ട് ഈ നമ്പർ ഓഫ് ടൈംസ് കറക്റ്റായിട്ട് എണ്ണി നമ്മൾ ചെയ്യുക. മനസ്സ് വേറെ എങ്ങും പോകില്ല. അതിനാണ് ഞാൻ ടൈമിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് വലത് മൂക്ക് അടച്ചു വെച്ച് ഇടത് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്നു. 10 വരെ എണ്ണുന്നു. വീണ്ടും ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിൽ കൂടി ശ്വാസം വിടുന്നു. വിട്ട് കഴിഞ്ഞ് അത് ശ്വാസം പതുക്കെ വിട്ടാൽ സ്പീഡിൽ ഇത് ചെയ്യണമെന്നില്ല. എന്നിട്ട് വലത് മൂക്കിൽ കൂടി തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. 10 വരെ എണ്ണുന്നു. പിന്നെ അത് അടച്ചിട്ട് ഇടത് മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് പതുക്കെ വിടുന്നു. വിട്ട് കഴിഞ്ഞ് പൂർണ്ണമായി വിട്ട് കഴിഞ്ഞ് വീണ്ടും 10 വരെ എണ്ണുക. ഇങ്ങനെ ആൾട്ടർനേറ്റായിട്ട് ചെയ്ത് വരുമ്പോൾ
ആണ് നമുക്ക് ഈ അനുലോമ വിലോമ കറക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ. ഇവിടുന്ന് ശ്വാസം എടുത്ത് വലതു മൂക്കിൽ കൂടി വിട്ടു, അതിൽ കൂടി ശ്വാസം എടുത്ത് ഇതിൽ കൂടി വിടുമ്പോഴാണ് ഒരു ടൈമിങ് ആവുന്നത്. അങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത യോഗയിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്തത് ഉജ്ജയി പ്രാണായാമത്തിലേക്ക് പ്രവേശിക്കണം. ഉജ്ജയി പ്രാണായാമം ഏറ്റവും നല്ല ഒരു യോഗയാണത്. നമുക്ക് എവിടെ ഇരുന്നും ചെയ്യാം, യാത്രാവേളകളിലും ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. ആരും അറിയത്തുമില്ല. നട്ടല് നിവർന്നിരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് 2 മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, കണ്ണുമടച്ച് 10 വരെ എണ്ണുന്നു, ശ്വാസം പുറത്തേക്ക് വിടാതെ തന്നെ 10 വരെ എണ്ണിക്കഴിഞ്ഞിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം ഇല്ലാത്ത പോയിന്റിൽ 10 വരെ എണ്ണുക. 10 15 നമ്മുടെ ടൈമിങ് ഓരോരുത്തരുടെ കൺട്രോളിങ് പോലാണ്. ശ്വാസം മൊത്തം വിട്ട് കഴിഞ്ഞ് ഇല്ലാത്ത പോയിന്റിൽ 10 വരെ എണ്ണുന്നു. വീണ്ടും ശ്വാസം എടുക്കുന്നു. അത് 10 എന്ന് പറയുന്നത് 20 വരെ എണ്ണിയെടുക്കാൻ പറ്റും. പ്രാക്ടീസ് അനുസരിച്ച് 15 10 വരെ ശ്വാസം ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ശ്വാസം ഇല്ലാത്ത പോയിന്റിലും നമ്മൾ നമ്പർ ഓഫ് ടൈംസ് എണ്ണണം. വീണ്ടും ശ്വാസം മൊത്തം വലിച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഹോൾഡ് ചെയ്യുക, നമ്പർ ഓഫ് ടൈംസ് എണ്ണുക. വീണ്ടും ഇല്ലാത്ത പോയിന്റിലും നമ്മൾ എണ്ണണം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ അവസ്ഥ ഈ ഉജ്ജയി പ്രാണായാമങ്ങൾ ഒരു 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ ഒക്കെ നിങ്ങൾ മനസ്സിൽ ആ എണ്ണത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്വല്പസമയം ധ്യാനത്തിലിരിക്കുക, ഇഷ്ടമുള്ള യോഗയിലിരിക്കുക. എൻ്റെ കാല് ചുവ മടങ്ങി വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണുമടച്ച് കുറേ സമയം ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുക. കാല് മടങ്ങിയിരുന്നതിൻ്റെ ആ തരിപ്പും പെരുപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇത് കാൽപാദങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ പാദത്തെ തമ്മിൽ കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കാലിനെ അങ്ങ് ചലിപ്പിക്കുക. അപ്പം ഇന്നത്തെ ദിവസം പ്രാണായാമത്തിൻ്റെ
കുറേ ടെക്നിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു കാണും. അത് സമയം പോലെ അനുവർത്തിക്കുക. ഇത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് പ്രാണായാമങ്ങൾ. പ്രാണനും വായുവും മനസ്സും ശരീരവും തമ്മിൽ പരസ്പരം ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവയെ നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. പ്രായം നമുക്ക് കുറച്ചെടുക്കാനും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുവാനും നിരന്തരം രാവിലെയോ വൈകുന്നേരമോ ഈ യോഗകൾ നമ്മൾ ചെയ്യണം. ഇനി കടന്നും മലന്ന് കിടന്നും കമഴ്ന്ന് കിടന്നും ഉള്ള യോഗകളുണ്ട്. അതിനി അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.